ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് അനുമതിയില്ല. ഇതോടെ ദേവസ്വം ബോർഡിന്റെ സ്വപ്ന പദ്ധതി നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ രണ്ടാമത്തെ യോഗത്തിലും ശബരിമല പദ്ധതിക്ക് അനുമതിയായില്ല. വനം വകുപ്പിന്റെ പെരിയാർ വെസ്റ്റ് ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് നായർ, റാന്നി DF എന്നിവർ പദ്ധതി സംബന്ധിച്ച് അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും നിർമ്മാണത്തിനുള്ള അനുമതിയില്ല. മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിന്റെ യോഗത്തിൽ റോപ്പ് വേ പദ്ധതിക്ക് മുന്തിയ പരിഗണന ലഭിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല. മാത്രമല്ല, യോഗാജണ്ടയിൽ സംസ്ഥാനത്തെ കോറികൾക്കുള്ള പ്രവർത്തന അനുമതിക്കൊപ്പമാണ് റോപ്പ് വേയും ഉൾപ്പെടുത്തിയിരുന്നത്. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ച ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതിയും ലഭിച്ചെങ്കിൽ മാത്രമേ റോപ്പ് വേ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുള്ളൂ. ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് D. വിജയകുമാർ. നമ്മുടെ ശബരിമലയുടെ റോപ്പ് വേ പദ്ധതി നമ്മുടെ സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ മുഖ്യമന്ത്രി ചെയർമാനായുള്ള ബോർഡിൻ്റെ രണ്ടാമത്തെ യോഗത്തിലും അതിന് അനുമതിയായില്ല എന്നുള്ളത് അയ്യപ്പ ശബരിമലയെ സ്നേഹിക്കുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 2011 ഈ പദ്ധതി ആരംഭിക്കുന്നത്. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും അതുപോലെ തന്നെ വൃദ്ധരും വികലാംഗരും അതുപോലെയുള്ള അവശത അനുഭവിക്കുന്നവരുമായ 10,000-കണക്കിന് തീർത്ഥാടകർക്ക് ഏറ്റവും ഭംഗിയായി ശബരിമലയിൽ എത്തിച്ചേർന്ന് സുഗമമായി ദർശനം നടത്തുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ വളരെ പ്രതീക്ഷയോടാണ് അയ്യപ്പ ഭക്തർ ഈ പദ്ധതിയെ കണ്ടിരുന്നത്. അപ്പോൾ എത്രയും വേഗം ഇത് അടുത്ത ശബരിമല തീർത്ഥാടന കാലത്തിന് മുമ്പ് തന്നെ ഇത് പ്രാവർത്തികമാകുമെന്നുള്ള പ്രതീക്ഷയാണ് അയ്യപ്പ സേവാ സംഘത്തെ പോലുള്ള സംഘടനകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് നിരന്തരമായ പ്രവർത്തനമൊക്കെ നടന്നിട്ടും റാന്നി DFO റിപ്പോർട്ട് നൽകിയിട്ടും പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടും ഇതിൻ്റെ നടപടികൾ പൂർണ്ണമായില്ല എന്നുള്ളത് അത്യന്തം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് വന്യജീവി ബോർഡിൻ്റെ ഒരു യോഗം എന്ന് പറയുമ്പോൾ വന്യജീവികൾക്കാണ് ഇതുവഴി ശബരിമല വനത്തിൽ കൂടി ഇങ്ങനെ തീർത്ഥാടകർ പോകുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ട്രാക്ടറുകളും സാധനങ്ങളും കൊണ്ടുപോകുന്ന ട്രാക്ടറുകളും, അത് ആയിരക്കണക്കിന് ട്രാക്ടറുകളാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശബരിമല പമ്പ സന്നിധാനം റൂട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നം, അതുപോലെ ഈ മറ്റുള്ള തീർത്ഥാടകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നടന്നു പോകുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഈ ട്രാക്ടർ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതൊക്കെ ഏത് സമയത്തും അപകടം വരുത്തി വയ്ക്കാവുന്ന സംഗതികളാണ്. അയ്യപ്പൻ്റെ കരുണ കൊണ്ട് എന്തായാലും ശരി അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ള ഏറ്റവും ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനം എത്രയും വേഗം നടത്തണം. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. നമുക്കിപ്പോൾ കുന്നാർ അണക്കെട്ട് ഇതുവരെ അതിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പിനെ സമീപിച്ചിട്ട് അത് നമുക്ക് ലഭ്യമാകുന്നില്ല. അപ്പം വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തമായ നിർദ്ദേശങ്ങളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നമുക്കത് നേടിയെടുത്തേ പറ്റൂ. ഇപ്പോൾ തന്നെ പണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ നമ്മുടെ അയ്യപ്പൻകുട്ടി നായർ സാർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ശബരിമലയിൽ ഈ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായ കുറേ വനഭൂമി നമുക്ക് പമ്പയിലും സന്നിധാനത്തിൽ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ മറ്റ് പിന്നെ നിലയ്ക്കലെ ഭൂമിയുടെ പ്രശ്നം അതുപോലെ തന്നെയാണ്. അന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് അതിനും ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഇത്രയും കാര്യങ്ങൾ അനുകൂലമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും നമ്മുടെ സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ അനുമതി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയിട്ടും അതിന്
ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പരിശോധന വേണം. അതുപോലെ തന്നെ ഇത് ഏറ്റവും ഒടുവിലത്തെ അജണ്ടയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരുന്നത് എന്നുള്ള ഒരു പരാതി പള്ളത്തു നിന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്വാറികൾക്ക് ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന് അതിനുശേഷമാണ് ഇത് 24ാമത്തെ ഐറ്റമായിട്ട് ചേർത്തത് എന്നുള്ള ഒരു വാർത്തയാണ് ലഭിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള നിർദ്ദിഷ്ട റോപ്വേയുടെ പ്രാഥമിക സ്ഥല പരിശോധന പൂർത്തിയാക്കി സർവേ കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. 2011 ആരംഭിച്ച റോപ്വേ നിർമ്മാണ പദ്ധതി VN വാസവൻ ദേവസ്വം മന്ത്രി ആയതോടെയാണ് ഊർജിതമായത്. തുടർന്ന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടപടിക്രമങ്ങൾ അദ്ദേഹം വേഗത്തിലാക്കിയിരുന്നു. പെരിയാർ ടൈഗർ റിസർവിലൂടെയും റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലൂടെയുമാണ് പദ്ധതി കടന്നു പോകുന്നത്. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷനിലെ കട്ടിളപ്പാറ സെറ്റിൽമെന്റിലെ 4.5 ഹെക്ടർ റവന്യൂ ഭൂമി വനം വകുപ്പിന് കൈമാറിയിരുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്കു നീക്കം സുഗമമാക്കാനും ആംബുലൻസ് സർവീസിനും പുറമെ പ്രായമായവർക്കും വികലാംഗർക്കും ഡോളി സഞ്ചരിക്കുന്നവർക്കും അടിയന്തര ഘട്ടങ്ങളിൽ റോപ്വേ അനുവദിക്കാനായിരുന്നു നീക്കം. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ആരംഭിച്ച് മാളികപ്പുറം പോലീസ് ബാരക്കിന് പിന്നിലെത്തും വിധമാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. 2.7 കിലോമീറ്റർ നീളമുള്ള പദ്ധതിക്ക് 150 മുതൽ 180 കോടി രൂപ വരെയാണ് ചിലവ് പ്രതീക്ഷിച്ചിരുന്നത്. അനുമതി ലഭിച്ചാൽ തീർത്ഥാടന കാലവും മഴക്കാലവും ഒഴികെ 2 വർഷം കൊണ്ട് റോപ്വേ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.